Today's topic is rheumatoid arthritis. From the word itself, you can understand that it is an arthritis. Arthritis means any kind of inflammation to any joints. ഒരു സന്ധി സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ആൻഡ് റിഗാർഡിംഗ് ദിസ് ഡിസീസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് എ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ. ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഫ്ലമേറ്ററി ഡിസോർഡർ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഹാവിങ് എ ക്രോണിസിറ്റി. ക്രോണിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പെട്ടെന്ന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് നമ്മളുടെ ശരീരത്തിന് ആകെ ബലഹീനമാക്കുന്ന ഒരു രോഗമല്ല, മറിച്ച് ഇറ്റ് ഈസ് ഹാവിങ് എ ക്രോണിസിറ്റി. ക്രോണിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ടേം ഡ്യൂറേഷനിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് എൻ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെ നമ്മളുടെ തന്നെ കോശങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ തന്നെ കോശങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാവുന്ന പാത്തോജനിസിസ് ഉള്ള രോഗങ്ങളെയാണ് നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. സോ ഇറ്റ് ഈസ് എ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. ഈ ഓട്ടോഇമ്മ്യൂണിറ്റി പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ജോയിൻറ്റുകളെയാണ് അല്ലെങ്കിൽ സന്ധികളെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുമ്പോൾ സന്ധികളെ സംബന്ധിച്ചിട്ടുള്ള രോഗലക്ഷണങ്ങളായിരിക്കും പ്രധാനമായിട്ടും കണ്ടുവരിക. സോ വി ക്യാൻ ലുക്ക് അറ്റ് ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്. ഫസ്റ്റ് സൈൻ ഈസ് വാം, ടെൻഡർ ആൻഡ് സ്വെല്ലൻ ജോയിൻറ്റ്സ്. വളരെ ചൂട് തോന്നുന്ന, വേദന തോന്നുന്ന, നീര് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ജോയിൻറ്റുകൾ ആയി നമ്മളുടെ ജോയിൻറ്റുകൾ മാറും ഈ രോഗം വരുന്നതിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് ഓൾസോ ദ സെക്കൻഡ് സൈൻ ഇസ് മോർണിംഗ് സ്റ്റിഫ്നെസ്. മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിലുള്ള മൂവ്മെൻറ്റുകളൊക്കെ നമ്മളുടെ സന്ധികൾക്ക് സാധിക്കാതെ വരും. കാരണം ഇഫ് യു ആർ ഹാവിങ് ദിസ് ടെൻഡർ ആൻഡ് സ്വോളൻ ജോയിൻറ്റ്സ്, ഡെഫിനറ്റ്ലി ദ മൂവ്മെൻറ്റ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ജോയിൻറ്റ് വിൽ ബി ഹൈലി റെസ്ട്രിക്റ്റഡ്. അതിനെയാണ് മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സൈൻ ഈസ് ഫറ്റീഗ്, ക്ഷീണം, ഫീവർ, പനി ഉണ്ടാവും, ലോസ് ഓഫ് apetite, വിശപ്പില്ലായ്മ ഉണ്ടാവും. ആൻഡ് റിഗാർഡിംഗ് ദിസ് ജോയിൻറ്റ് സൈൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ടു ഡിഫറെൻറ്റ് തിങ്സ്. ആദ്യമായിട്ട് ഇത് ചെറിയ സന്ധികളെയാണ് ആദ്യം എഫക്റ്റ് ചെയ്യുക. ഇറ്റ് വോണ്ട് സ്റ്റാർട്ട് വിത്ത് അവർ knee joints or it won't start directly in your pelvic joints and all. ഡെഫിനറ്റ്ലി ഇത് ചെറിയ ജോയിൻറ്റുകളെയാണ്, നമ്മളുടെ പ്രത്യേകിച്ചും വിരലുകളുടെ ഇടയിലുള്ള ജോയിൻറ്റുകളെ, അങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ജോയിൻറ്റുകളെ തന്നെ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇൻ ദ സ്മോളർ ജോയിൻറ്റ്സ് അറ്റ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ്ലി, ഈ രോഗം ബാധിക്കുന്ന ജോയിൻറ്റുകൾ സിമെട്രിക്കലായിരിക്കും. അതായത് ഇടതുവശത്തെ സന്ധിക്ക് ഈ പ്രശ്നം സംഭവിച്ചാൽ വലതുവശത്തെ അതുപോലെയുള്ള സിമെട്രിക്കലായിട്ടുള്ള സന്ധിക്കും ഈ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. സോ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഇസ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ സ്മോളർ ജോയിൻറ്റ്സ് ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ഹാവിങ് സിമെട്രിക്കൽ നേച്ചർ. And regarding the causative factors, as I already told you, it is an autoimmune disorder. അപ്പോൾ നമുക്ക് causative factor എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫാക്ടറിനെ പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് വി ക്യാൻ പിക്ക് ഔട്ട് സോ മെനി റിസ്ക് ഫാക്ടേഴ്സ് ദറ്റ് ഇൻക്ലൂഡ്സ് സോ മെനി തിങ്സ്. നമ്മളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്നെങ്കിലും ഈ ഓട്ടോഇമ്മ്യൂണിറ്റീനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒത്തിരി ഫാക്ടേഴ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിൽ കാണാം. അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ വി ഡോണ്ട് കൺസിഡർ ദം ആസ് എൻ എറ്റിയോളജിക്കൽ ഓർ കോസറ്റീവ് factors. Instead, we grouped under the heading of risk factors that includes gender of an individual. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇത് സ്ത്രീകളിലായിരിക്കും പുരുഷന്മാരെക്കാൾ കൂടുതൽ കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഏജ്. ഇത് സാധാരണയായിട്ട് മധ്യവയസ്കരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഈസ് ഫാമിലി ഹിസ്റ്ററി. നമ്മളുടെ പരമ്പരാഗതമായിട്ട് ഈ രോഗം ക്യാരി ഓവർ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. അടുത്തത് സ്മോക്കിംഗ് ഈസ് കൺസിഡേർഡ് ആസ് മെയിൻ റിസ്ക് ഫാക്ടർ ഫോർ ദിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ആൻഡ് സെക്കൻഡ്ലി എക്സ്പോഷേഴ്സ് ലൈക്ക് ആസ്ബetosis ഓർ സിലിക്ക, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളോടുള്ള ഓവർ എക്സ്പോഷർ കാരണവും ഈ രോഗത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഒബേസിറ്റി വളരെ ഒബേസ് ആയിട്ടുള്ള വളരെ തടിയുള്ള ആളുകൾക്കും ഈ രോഗത്തിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് പ്യുവർലി ബിക്കോസ് ഇഫ് യു ആർ ഹാവിങ് ലോട്ട് ഓഫ് മോർ വെയ്റ്റ്,
your joints will be unable to bear all this weight. So if your joint is already informed, അങ്ങനത്തെ അത്തരത്തിലുള്ള രീതിയിൽ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ജോയിൻറ്റുകളിൽ നിങ്ങളുടെ അല്ലെങ്കിൽ രോഗിയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരികയും സോ ദെർബൈ ദ സിവിയറിറ്റി ഓഫ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വിൽ ബി ഇൻക്രീസ്ഡ് ഇൻ കേസ് ഓഫ് പേഷ്യൻസ് വിത്ത് ഒബേസിറ്റി. ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഒക്കെ സംവാട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ജോയിൻറ്റ് ഡിസോർഡേഴ്സ് വിത്ത് സിമിലർ സൈൻസ് ആൻഡ് സിംറ്റംസ്. പക്ഷേ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ലൈക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ്, ഫീച്ചേഴ്സ് ലൈക്ക് സിമെട്രിക്കൽ ഓൺസെറ്റ് ഓഫ് പെയിൻ ഓർ the pain is starting with smaller joints, ഇത്തരത്തിലുള്ള ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനെ റൂൾ ഔട്ട് ചെയ്യുക ഫ്രം ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. ആൻഡ് സെക്കൻഡ് ഡയഗ്നോസ്റ്റിക് ഫീച്ചർ വി ആർ യൂസ് ടു ഫോളോ ഇസ് അവർ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മളുടെ ESR ആൻഡ് C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടെസ്റ്റുകളാണ്. ESR അല്ലെങ്കിൽ C റിയാക്റ്റീവ് പ്രോട്ടീൻ നമ്മളുടെ ശരീരത്തിൽ കൂടുന്നത് ഇഫ് ദർ ഇസ് സം കൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് ആൻ ഇൻഫ്ലമേറ്ററി പ്രോസസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ് നടക്കുന്നുണ്ട് എങ്കിലാണ് പ്രധാനമായിട്ടും ESR ആൻഡ് C റിയാക്റ്റീവ് പ്രോട്ടീൻ ബ്ലഡിൽ കൂടുതൽ കണ്ടുവരുന്നത്. സോ ദെർബൈ വി ക്യാൻ റൂൾ ഔട്ട് ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് ഇൻഫ്ലമേറ്ററി പ്രോസസ് ദാറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ അവർ ബോഡി. വി ക്യാൻ ഗെറ്റ് ദറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ബ്ലഡ് ടെസ്റ്റ് ഓഫ് ESR ആസ് വെൽ ആസ് CRP. ആൻഡ് വി ആർ ഓൾസോ യൂസിങ് rheumatoid factor test, and also we are using anti-CCP antibodies test. All these things are regarding the inflammatory genesis of this disease. And then we will go for imaging. ഇമേജിങ് ഇൻക്ലൂഡ്സ് എക്സ്റേസോ MRIs, അൾട്രാസൗണ്ട് സ്കാൻ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ജോയിൻ്റ് എന്തോരം ഇൻഫ്ലെയിംഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻറ്റിന് ഇഫ് ദർ എനി ഡിഫോമിറ്റീസ് ഇൻ ദറ്റ് ജോയിൻറ്റ്, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് ഡയഗ്നോസ്റ്റിക് ഫീച്ചറായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദ ട്രീറ്റ്മെൻറ്റ്. സാധാരണഗതിയിൽ ഇതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നോൺ സ്റ്റെറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. അതായത് നമ്മളുടെ ഈ ഇൻഫ്ലമേഷൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വി ജനറലി use non-steroid anti-inflammatory drugs. The doctor will also use the steroidsഉം ഇതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് പ്രധാനമായിട്ടും വേദന കുറയ്ക്കാനും നമ്മൾക്ക് സഹായകരമാവും. ആൻഡ് ഓൾസോ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിഫറെൻറ്റ് ഫിസിയോതെറാപ്പീസ്. അതായത് ജോയിൻറ്റ് ഇൻഫ്ലെയിംഡ് ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജോയിൻറ്റ് ചിലപ്പോൾ ഗ്രാജ്വലി മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷനൊക്കെ വരും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ കേസിൽ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് വിത്ത് ദ അഡ്വൈസ് ഓഫ് എൻ എക്സ്പേർട്ട് ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, യു ക്യാൻ ഗോ ഫോർ ഡിഫറെൻറ്റ് തെറാപ്പീസ്. ആൻഡ് ദ ലാസ്റ്റ് പ്രോട്ടോകോൾ ഇസ് സർജറി. ജോയിൻറ്റ് സിവിയർലി ഇൻഫ്ലെയിംഡ് ആയിട്ട് കഴിഞ്ഞാൽ, ഇഫ് യുവർ സൈനോവിയം ഈസ് സിവിയർലി ഹാമ്പേർഡ് അല്ലെങ്കിൽ ടോട്ടലി ഡാമേജ്ഡ് ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർ യുവർ ജോയിൻറ്റ് ഹാവിങ് സം കൈൻഡ് ഓഫ് ഡിഫോമിറ്റീസ്, എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ജോയിൻറ്റിന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ എ സർജറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ടും വരുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. താങ്ക് യു.